ആഭ്യന്തര വകുപ്പിനെ നാണക്കേടിലാക്കി പോലീസിലെ ഇടിവീരന്മാര്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധം പെരുമാറുന്ന ഇടിവീരന്മാരായ പോലീസുകാരെ ഒരു കാരണവശാലും സർക്കാർ സംരക്ഷിക്കരുത്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയാകെ അത് നാണക്കേടിലാക്കിക്കൊണ്ടിരിക്കും. മുഖ്യമന്ത്രിയുടെ ശാസനകൾക്കോ ഡിജിപിമാരുടെ സർക്കുലറുകൾക്കോ സുപ്രീംകോടതി ഉത്തരവിനോ CCTV ക്യാമറകൾക്കോ അവസാനിപ്പിക്കാനാകുന്നില്ല പോലീസിന്റെ മർദ്ദനമുറകള്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ക്രൂരമർദ്ദനത്തിനു പുറമെ തൃശൂര് പീച്ചി സ്റ്റേഷനിലെ മൂന്നാം മുറ പ്രയോഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരിക്കുന്നു. മൂന്നാം മുറ പ്രയോഗത്തിന്റെ ഭാഗമായി കുളത്തുപുഴ സ്റ്റേഷനിലെ പോലീസുകാര് പ്ലയർ ഉപയോഗിച്ചു പല്ലുകള് വലിച്ചിളക്കിയതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊട്ടാരക്കര ചോഴിയക്കോട് അനിൽകുമാർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പരാതി നൽകിയത് ഒരാഴ്ച മുമ്പാണ്. കസ്റ്റഡിയിലെടുത്തവരോട് മാന്യമായി പെരുമാറണമെന്നും മൂന്നാം മുറ പ്രയോഗം അരുതെന്നും മുഖ്യമന്ത്രി പലതവണ ഉപദേശിച്ചതാണ് സേനാംഗങ്ങളെ. നെടുങ്കണ്ടം രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിന്റെ പശ്ചാത്തലത്തില് 2019 ജൂലൈ 16 നടത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തില് മുഖ്യമന്ത്രി പറഞ്ഞു, കസ്റ്റഡി മർദ്ദനത്തിനെതിരെ ശക്തമാണ് സർക്കാർ നിലപാട്. കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച കേസ് അന്വേഷണത്തിലും നടപടികളിലും ഒരു അലംഭാവവും വിട്ടുവീഴ്ചയുമുണ്ടാകില്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇനി ഒരിക്കലും ആവർത്തിക്കരുത് മൂന്നാം മുറ പ്രയോഗം. 2022 ഡിസംബറിൽ തിരുവനന്തപുരത്ത് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന് സമ്മേളനത്തില് മുഖ്യമന്ത്രി പറഞ്ഞു, ക്രിമിനലുകളെ നേരിടാനാണ് പോലീസ്. സേനയിൽ ക്രിമിനലുകൾ വേണ്ട. അത്തരക്കാരെ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ താക്കീതിനോ മുന്നറിയിപ്പിനോ ഒരു വിലയും കൽപ്പിക്കുന്നില്ല സേനാംഗങ്ങള്. പിന്നെയും നിരന്തരം നടക്കുന്നു കസ്റ്റഡി മർദ്ദനങ്ങളും മരണങ്ങളും. മാറി വന്ന ഡിജിപിമാരെല്ലാം മൂന്നാം മുറ പ്രയോഗം അരുതെന്ന് കാണിച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ക്രമസമാധാന പാലന വേളയിൽ പ്രകോപനമുണ്ടായാൽ പോലും പരമാവധി സംയമനം പാലിക്കണമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും അതിക്രമം അരുതെന്നും 2016 കീഴുദ്യോഗസ്ഥന്മാർക്ക് അയച്ച സർക്കുലറിൽ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു. ഡിജിപിമാരായിരുന്ന അനിൽകാന്തും ശൈഖ് ദർവേശ് സാഹേബും സമാന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സ്റ്റേഷനില് മാന്യതക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ പെരുമാറരുതെന്നായിരുന്നു ദർവേശ് സാഹേബിന്റെ നിർദ്ദേശം. പോലീസിന്റെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ഡസനിലേറെ സർക്കുലറാണ് വിവിധ കാലഘട്ടങ്ങളിലായി ഡിജിപിമാര് പുറത്തിറക്കിയത്. മുഖ്യമന്ത്രിയുടെയും ഡിജിപിമാരുടെയും ഉത്തരവുകൾ ഫലം ചെയ്യാത്തതിനെ തുടർന്ന് 2018 സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാക്കി. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് 2020 ജൂലൈയിൽ സുപ്രീം കോടതിയും ഉത്തരവിട്ടു. കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സ്റ്റേഷനുകളിലെ ലോക്കപ്പ് മുറികളിലുൾപ്പെടെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അതിലെ ദൃശ്യങ്ങൾ 18 മാസം വരെ സൂക്ഷിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ക്യാമറകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന, ജില്ലാതല മേൽനോട്ട സമിതികൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. കസ്റ്റഡി മരണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരങ്ങിയ കോടതി ബഞ്ചിന്റെ ഇടപെടല്. എന്നിട്ടും കൂസലില്ല ഇടിവീരന്മാരായ പോലീസുകാർക്ക്. നിരവധി സ്റ്റേഷനുകളിൽ പിന്നെയും തങ്ങളുടെ കൈക്കരുത്ത് കാണിച്ചു. മർദ്ദനത്തിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു നൽകാതിരിക്കും. കുന്നംകുളം സ്റ്റേഷനില് മർദ്ദനത്തിനിരയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുജിത്ത് 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ നേടിയെടുത്തത്. പീച്ചി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ലഭ്യമായതും 1.5 വർഷത്തെ നിയമ പോരാട്ടത്തെ തുടർന്നാണ്. വിവിധ കാരണങ്ങൾ പറഞ്ഞ് മർദ്ദന ദൃശ്യങ്ങൾ നൽകാന് വിസമ്മതിച്ചതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന് ഇടപെട്ടതോടെയാണ് നൽകാന് പോലീസ് നിർബന്ധിതമായത്. കുറ്റം തെളിഞ്ഞാല് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പും വിസമ്മതിക്കുന്നു. കുറ്റവാളികളെ സഹായിക്കുന്ന നിലപാടാണ് ഉന്നതങ്ങളിൽ നിന്ന് പലപ്പോഴും കണ്ടുവരുന്നത്. സേനയുടെ ആത്മവീര്യം തകരുമെന്നാണ് പോലീസിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ സ്ഥിരം പറഞ്ഞുവരുന്ന കാരണം. ഇതിനെതിരെ രൂക്ഷവിമർശമാണ് 2024 മെയ് 23 ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. പോലീസ് എന്ത് അതിക്രമം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ അവരെ സംരക്ഷിക്കണമെന്നാണോ പറയുന്നത്? ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് സേനയുടെ ആത്മവീര്യം തകരുക? ആലത്തൂർ സ്റ്റേഷനിൽ പോലീസ് അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവന് രാമചന്ദ്രന് ചോദിച്ചു, എന്തിനാണ് തെറ്റ് ചെയ്ത പോലീസുകാരെ ഇങ്ങനെ പിന്തുണക്കുന്നത്? ആത്മവീര്യം അത്ര ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെയെന്നു വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധം പെരുമാറുന്ന ഇടിവീരന്മാരായ പോലീസുകാരെ ഒരു കാരണവശാലും സർക്കാർ സംരക്ഷിക്കരുത്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയാകെ അത് നാണക്കേടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.